യേശുവിന്റെ ജന്മദിനമാണ് ഇന്നേ ദിനം നാം അനുസ്മരിക്കുന്നത്. സ്നേഹം, ത്യാഗം, സമാധാനം, മനുഷ്യജീവിതം അതിന്റെ പൂർണ്ണതയിലെത്തുന്നത് ഇവയെല്ലാം മുറുകെ പിടിക്കുമ്പോഴാണ് എന്ന വലിയ പാഠം ലോകത്തിന് നൽകിയ യേശുക്രിസ്തു ആ തിരുപ്പിറവി യാഥാർത്ഥ്യമാക്കിയ ദിനമാണ് ക്രിസ്മസ്. അതായത് ഇന്ന്. പ്രതിസന്ധികൾക്കിടയിലും സന്തോഷവും പ്രതീക്ഷയും സമന്വയിപ്പിച്ചുകൊണ്ട് ഇവിടെ ഒത്തുകൂടിയിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും കായൽപ്പുറം യുവദീപ്തി SMYM-ന്റെ ക്രിസ്മസ് തിരുപ്പിറവി മംഗളാശംസകൾ. എല്ലാരും ഒന്ന് കൈയടിച്ചേ. ഹാപ്പി ക്രിസ്മസ്. ഒന്ന് തിരിച്ചു പറഞ്ഞേ. ഹാപ്പി ക്രിസ്മസ്. ഓക്കെ. ബോൺ നദാലെ 2K25 എല്ലാവർക്കും സ്വാഗതം, സ്വസ്വാഗതം. ബെത്ലഹേമിലെ പുൽത്തൊട്ടിയിൽ പിറന്ന യേശുക്രിസ്തുവിന്റെ ഓർമ്മകൾ പുതുക്കിക്കൊണ്ട് ബോൺ നദാലെ 2K25 ടൈറ്റിൽ സ്പോൺസേർഡ് ബൈ സ്റ്റീലിയാർഡ് സ്റ്റെയിൻലെസ് സ്റ്റീൽ പൈപ്സ് ആൻഡ് ഓർണമെന്റൽ ഫിറ്റിംഗ്സ്, പെരുമ്പറമ്പിൽ ബിൽഡിംഗ്സ്, കുരിശുമൂട്, ചങ്ങനാശ്ശേരി. നമുക്ക് സ്നേഹത്തിന്റെയും ക്ഷമയുടെയും സന്ദേശം നൽകിക്കൊണ്ട് ഇന്ന് ഈ ക്രിസ്മസ് ദിനം നമുക്ക് ആഘോഷിക്കണ്ടേ? ആരാണല്ലേ സന്തോഷം ആഗ്രഹിക്കാത്തത്? ആരല്ലേ ഭാഗ്യം അർഹിക്കാത്തത്? ഞങ്ങളുടെ എല്ലാ അതിഥികൾക്കും വലിയ വിജയം നേടാനുള്ള അവസരവും ബോൺ നദാലയിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. ഒന്നും രണ്ടും അല്ല 5 ഗൃഹോപകരണങ്ങളാണ് നിങ്ങൾക്ക് സമ്മാനമായി ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏവർക്കും യുവദീപ്തി SMYM കായൽപ്പുറമിന്റെ ക്രിസ്മസ് ആശംസകൾ നേർന്നുകൊണ്ട് ബോൺ നദാലെ 2K25 എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പുൽക്കൂടും ക്രിസ്മസ് ട്രീയും ഒരുക്കി തിരുപ്പിറവിയെ നാം വരവേറ്റു കഴിഞ്ഞു. യേശു ക്രിസ്തുവിന്റെ ജനനം ലോകം സംഗീതം ആലപിച്ചാണ് ആഘോഷിച്ചതെന്ന് ബൈബിൾ പറയുന്നു. സ്നേഹ സന്ദേശവുമായി എത്തുന്ന കരോൾ സംഘങ്ങൾ ക്രിസ്മസ് ആഘോഷരാവുകളെ സംഗീത സാന്ദ്രമാക്കുന്നു. സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സന്ദേശവുമായി കരോൾ സംഘം ഇവിടെയും സജീവമാണ്. കരോൾ ഗാനത്തിനായി യൂത്ത് കൊയറിനെ സ്വാഗതം ചെയ്യുന്നു. ശാന്തരാത്രിയെ തഴുകിയുണർത്തിയ ഗായകർക്ക് നന്ദി. നമ്മൾ ഏവരും കാത്തിരുന്ന ആ നിമിഷം ഇവിടെ എത്തിയിരിക്കുകയാണ്. ഏതാണ് ആ നിമിഷം? നിങ്ങൾക്കൊന്ന് പറയാൻ പറ്റുമോ? കൂപ്പൺ നറുക്കെടുപ്പ്. ശരിയാണ്. നമുക്ക് നമ്മുടെ കൂപ്പൺ നറുക്കെടുപ്പ്, അതായത് ബോൺ നദാലെ 2K25 സ്പോൺസേർഡ് ബൈ സ്റ്റീലിയാർഡ് സ്റ്റെയിൻലെസ് സ്റ്റീൽ പൈപ്സ് ആൻഡ് ഓർണമെന്റൽ ഫിറ്റിംഗ്സ്, പെരുമ്പയിൽ ട്രേഡേഴ്സ്, JNB പ്ലാസ, കുരിശുമൂട്, ചങ്ങനാശ്ശേരി. ബോൺ നദാലെ 2K25 ക്രിസ്മസ് കൂപ്പൺ നറുക്കെടുപ്പിലെ 5ാം സമ്മാന ജേതാവ് ആരാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ? ഓക്കെ. 5ാം സമ്മാന ജേതാവിനെ നറുക്കെടുപ്പിലൂടെ നമുക്ക് കണ്ടെത്താം. അതിനായി നമുക്ക് നറുക്കെടുക്കുവാൻ വേണ്ടിയിട്ട് ആൽഫിയമ്മയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ക്രിസ്മസ് കൂപ്പൺ 5ാം സമ്മാന നറുക്കെടുപ്പ് സമ്മാനമായ അയൺ ബോക്സ് സ്പോൺസേർഡ് ബൈ കൊല്ലൂർ സ്റ്റോഴ്സ് കായൽപ്പുറം. സ്പോൺസേർഡ് ബൈ കൊല്ലൂർ സ്റ്റോഴ്സ് കായൽപ്പുറം. 5ാം സമ്മാനം അയൺ ബോക്സ്. ആൽഫി സിസ്റ്റർ ഇവിടെ ഇല്ല. എല്ലാരും ഒന്ന് ചെയർ ചെയ്ത് വിട്ടേ. കേറുവാ, ഓടിവാ. 5ാം സമ്മാനം അയൺ ബോക്സ് നറുക്കെടുക്കുവാനായി ആൽഫിയമ്മ വന്നുകൊണ്ടിരിക്കുകയാണ്. 5ാം സമ്മാനം അയൺ ബോക്സ് സ്പോൺസേർഡ് ബൈ കൊല്ലൂർ സ്റ്റോഴ്സ് കായൽപ്പുറം. അഞ്ചാം സമ്മാനം നമ്മുടെ ഏവരുടെയും വീടുകളിൽ അത്യന്താപേക്ഷിതമായ അയൺ ബോക്സ് ആരാണ് സ്വന്തമാക്കിയിരിക്കുന്നത് നമുക്ക് നോക്കാം. 5ാം സമ്മാനമായ അയൺ ബോക്സ് സ്പോൺസേർഡ് ബൈ കൊല്ലൂർ സ്റ്റോഴ്സ് കായൽപ്പുറം. ആരാണ് സമ്മാന ജേതാവ്? റിജോ കുര്യാക്കോസ് വലിയമ്പ്ര, സെന്റ് ഫ്രാൻസിസ് വാർഡ്. ആൽഫിയമ്മയ്ക്ക് നന്ദി. ആൽഫിയമ്മ പോകരുത്, ഞാൻ അറിയാതെ നന്ദി പറഞ്ഞ സമ്മാനം കൊടുക്കാനുണ്ട്. സമ്മാന ജേതാവേ ഓടിവായോ. റിജോ കുര്യാക്കോസ് വെളിയമ്പ്ര, സെന്റ് ഫ്രാൻസിസ് വാർഡ്.
5ാം സമ്മാനമായ അയൺ ബോക്സിന് അർഹത നേടിയിരിക്കുന്നത് റിജോ കുര്യാക്കോസ് വെളിയമ്പ്ര, സെന്റ് ഫ്രാൻസിസ് വാർഡ്. 5ാം സമ്മാനമായ അയൺ ബോക്സ് സ്പോൺസേഡ് ബൈ കൊല്ലു സ്റ്റോഴ്സ് കായൽപ്പുറം സ്വന്തമാക്കിയിരിക്കുന്ന ആ ഭാഗ്യവാൻ റിജോ കുര്യാക്കോസ് വെളിയമ്പ്ര, സെന്റ് ഫ്രാൻസിസ് വാർഡ്. മതി. എല്ലാരും ഒന്ന് കൈയടിച്ചേ. അപ്പോ സമ്മാന ജേതാവിനും ആൽഫിയമ്മയ്ക്കും നന്ദി അറിയിക്കുന്നു. വിളക്കുകൾ മിന്നിമറയുകയും കരോൾ ഗാനങ്ങൾ അന്തരീക്ഷത്തിൽ നിറയുകയും ചെയ്യുമ്പോൾ ക്രിസ്മസിന്റെ യഥാർത്ഥ ചൈതന്യം ആഘോഷമാക്കാൻ നമ്മൾ ഒത്തുകൂടുന്നു. മനോഹരമായ പ്രകടനങ്ങളിലൂടെ നമുക്ക് പ്രത്യാശയുടെയും ഐക്യത്തിന്റെയും ചൈതന്യം ജ്വലിപ്പിക്കാം. ക്രിസ്മസ് ഡാൻസ് ബൈ ഡോണ ജസ്റ്റിൻ ആൻഡ് പാർട്ടി. ഈ മഞ്ഞു പെയ്യുന്ന രാവിൽ നിങ്ങളുടെ ഈ ഏഴുവർ സംഘത്തിന്റെ സാന്നിധ്യം ശരിക്കും നമ്മുടെ ഈ പ്രോഗ്രാം സവിശേഷമാക്കി. അതുകൊണ്ട് തന്നെ നമുക്ക് അവർക്കൊരു നിറ കയ്യടി കൊടുത്താലോ? വീണ്ടും ഇതാ നമ്മൾ കാത്തിരുന്ന ആ നിമിഷം വന്നെത്തിയിരിക്കുകയാണ്. എന്താണ്? കൂപ്പൺ നറുക്കെടുപ്പ്. നമ്മുടെ കൂപ്പൺ ബോൺ നദാലി 2K25 ക്രിസ്മസ് സമ്മാന കൂപ്പണിലെ 4ാം സമ്മാന ജേതാവ്, ആ ഭാഗ്യവതി അല്ലെങ്കിൽ ആ ഭാഗ്യവാൻ ആരാണെന്ന് കണ്ടെത്താനുള്ള സമയമായിരിക്കുകയാണ്. ബോൺ നദാലി 2K25 ടൈറ്റിൽ സ്പോൺസർഡ് ബൈ സ്റ്റീലിയാർഡ് സ്റ്റെയിൻലെസ് സ്റ്റീൽ പൈപ്സ് ആൻഡ് ഓർണമെന്റൽ ഫിറ്റിംഗ്സ്, പെരുമ്പയിൽ ട്രേഡേഴ്സ്, JNB പ്ലാസ, കുരിശുമൂട്, ചങ്ങനാശ്ശേരി. ക്രിസ്മസ് ഗിഫ്റ്റ് കൂപ്പൺ 4ാം സമ്മാന നറുക്കെടുപ്പ് റൈസ് കുക്കർ സ്പോൺസർഡ് ബൈ സെയിന്റ് ജോസഫ്സ് പെയിന്റ്സ് ആൻഡ് ഹാർഡ്വെയർസ് നിയർ ജങ്കാർ കടവ്, പുളിങ്കുന്ന്. 4ാം സമ്മാനം റൈസ് കുക്കർ സ്പോൺസർഡ് ബൈ സെയിന്റ് ജോസഫ്സ് പെയിന്റ്സ് ആൻഡ് ഹാർഡ്വെയർസ് നിയർ ജങ്കാർ കടവ്, പുളിങ്കുന്ന്. 4ാം സമ്മാനം ആ ഭാഗ്യവാൻ അല്ലെങ്കിൽ ഭാഗ്യശാലിയെ നറുക്കെടുപ്പിലൂടെ കണ്ടെത്തുവാൻ വേണ്ടിയിട്ട് ആ നറുക്കെടുക്കുവാനായി യുവദീപ്തി SMYM കായൽപ്പുറം യൂണിറ്റിന്റെ B വിഭാഗം പ്രസിഡന്റായ മെറിൻ ജോസഫ് കൊടിയന്ത്രയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. 4ാം സമ്മാന നറുക്കെടുപ്പ് റൈസ് കുക്കർ സ്പോൺസർഡ് ബൈ സെയിന്റ് ജോസഫ്സ് പെയിന്റ്സ് ആൻഡ് ഹാർഡ്വെയർസ് നിയർ ജങ്കാർ കടവ്, പുളിങ്കുന്ന്. 4ാം സമ്മാനം റൈസ് കുക്കർ. ആ റൈസ് കുക്കർ സ്വന്തമാക്കിയിരിക്കുന്നത് ആരാണ് നമുക്കൊന്ന് നോക്കാം. ആരാണ് വീട്ടിൽ കഞ്ഞി വെക്കാത്തേ നമുക്കറിയാം. നോക്കട്ടെ. 4ാം സമ്മാന ജേതാവ് അന്നമ്മ മാളയക്കമഠം സെന്റ് ജോർജ് വാർഡ്. അന്നമ്മ മാളയക്കമഠം സെന്റ് ജോർജ് വാർഡ്. 4ാം സമ്മാനമായ റൈസ് കുക്കറിന് അർഹത നേടിയ ആ ഭാഗ്യവതി അന്നമ്മ മാളയക്കമഠം സെന്റ് ജോർജ് വാർഡ്. റൈസ് കുക്കർ സ്പോൺസർഡ് ബൈ സെയിന്റ് ജോസഫ്സ് പെയിന്റ്സ് ആൻഡ് ഹാർഡ്വെയർസ് നിയർ ജങ്കാർ കടവ്, പുളിങ്കുന്ന്. ഭാഗ്യവതി ഓടി വരൂ. ആ ഭാഗ്യവതിയുടെ ബന്ധുക്കളോ അടുത്തുള്ളവരോ പരിചയക്കാരോ ഈ റൈസ് കുക്കർ വാങ്ങിച്ച് നിങ്ങൾ തിരിച്ചേൽപ്പിക്കുമെന്ന് ഉറപ്പുള്ള ആർക്ക് വേണേലും വന്ന് വാങ്ങിക്കാം. ഓടി വരൂ, സമയം പോകുന്നു. അപ്പൊ നമുക്ക് അടുത്തയിലേക്ക് പോയാലോ? 4ാം സമ്മാന ജേതാവിനെ ഒന്നും കൂടെ കണ്ടെത്തിയാലോ? ഭാഗ്യശാലി സമ്മാനം ഏറ്റുവാങ്ങുവാൻ തത്സമയം ഇവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് തത്സമയം ഇവിടെ ഉള്ള ഒരു ഭാഗ്യശാലിയെ തെരഞ്ഞെടുത്താലോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? ഓക്കെ, പിന്നെ തരാമെന്നാ കേട്ടോ. അപ്പം മെറിന് താങ്ക് യു സോ മച്ച്. സൺഡേ സ്കൂളിലെ നമ്മുടെ കൊച്ചു താരങ്ങൾ അവരുടെ മനോഹരമായ കരോൾ പ്രകടനത്തിലൂടെ ക്രിസ്മസിന്റെ യഥാർത്ഥ ചൈതന്യം പങ്കിടാൻ വേദിയിലെത്തുന്നു. ഇടിമുഴക്കത്തിന്റെ കരഘോഷത്തോടെ നമുക്ക് അവരെ സ്വാഗതം ചെയ്യാം. കരോൾ ഗാനത്തിനായി സൺഡേ സ്കൂൾ ഗായകരെ സ്വാഗതം ചെയ്യുന്നു. ആന്റണി മേച്ചേരിപ്പാടിനെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. എമിലിയ, പ്ലീസ് കം ടു ദ സ്റ്റേജ്. ക്രിസ്മസ് ഗിഫ്റ്റ് കൂപ്പൺ 3ാം സമ്മാന നറുക്കെടുപ്പ് ഗ്യാസ് സ്റ്റൗ സ്പോൺസർഡ് ബൈ സാബു വയലാറ്റ് കളരിക്കൽ, കായൽപ്പുറം.
ഗ്യാസ് സ്റ്റൗ നേടിയിരിക്കുന്ന ആരാന്ന് നമുക്ക് നോക്കാം. ഭാഗ്യവാൻ അല്ലെങ്കിൽ ഭാഗ്യവതി ഉടനെ തന്നെ സ്റ്റേജിലേക്ക് കയറി വരണേ. ഗ്യാസ് സ്റ്റൗ സ്പോൺസേർഡ് ബൈ സാബു വയലാറ്റ് കളരിക്കൽ കായൽപ്പുറം. ഗ്യാസ് സ്റ്റൗ സ്വന്തമാക്കിയിരിക്കുന്ന ഭാഗ്യവാൻ സാബു അറക്കൽ തുറവശ്ശേരി. സാബു അറക്കൽ തുറവശ്ശേരി ഓടി വരൂ. സാബു അറക്കൽ തുറവശ്ശേരി. മൂന്നാം സമ്മാനം ഗ്യാസ് സ്റ്റൗ സ്പോൺസേർഡ് ബൈ സാബു വയലാറ്റ് കളരിക്കൽ കായൽപ്പുറം. മൂന്നാം സമ്മാനം ഗ്യാസ് സ്റ്റൗ സ്പോൺസേർഡ് ബൈ സാബു വയലാറ്റ് കളരിക്കൽ തുറവശ്ശേരി. സമ്മാന ജേതാവ് സാബു അറക്കൽ തുറവശ്ശേരി. എമിലിയ സമ്മാനം നൽകും. എല്ലാരും ഒന്ന് കൈയടിച്ചേ. ഗ്യാസ് സ്റ്റൗ സ്പോൺസേർഡ് ബൈ സാബു വയലാറ്റ് കളരിക്കൽ കായൽപ്പുറം. സമ്മാനത്തിന് അർഹത നേടിയത് സാബു അറക്കൽ തുറവശ്ശേരി. സ്നേഹവും സന്തോഷവും നിറഞ്ഞ ഈ നല്ല രാത്രിയിൽ മഞ്ഞിൻ തുള്ളികൾ പോലെ കുളിരുമായി സമ്മാനങ്ങളുടെ പെട്ടകവുമായി നമ്മുടെ പ്രിയപ്പെട്ടവൻ വരുന്നു. ആരാണ് ആ പ്രിയപ്പെട്ടവൻ? നിങ്ങൾക്ക് ആരെങ്കിലും ഉണ്ടോ ഇന്നേ രാത്രിയിൽ നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു പ്രിയപ്പെട്ടവൻ അല്ലെങ്കിൽ ഒരു പ്രിയപ്പെട്ട ഒരു വ്യക്തി? ദ പേഴ്സണൽ ചോയ്സ് ആരാ? യെസ്, ക്രിസ്മസ് പാപ്പ അല്ലെങ്കിൽ സാന്റാ ക്ലോസ് അല്ലേ? നമ്മുടെ എല്ലാവരുടെയും പേഴ്സണൽ ചോയ്സ് അല്ലെങ്കിൽ പേഴ്സണൽ ഫേവറേറ്റ് ആണ് അല്ലേ? ഇന്നേ രാത്രിയിൽ നമ്മൾ എല്ലാവരും കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി. കഴിഞ്ഞ 25 ദിനങ്ങളായി നമ്മൾ എല്ലാവരും നോമ്പ് നോക്കി കാത്തിരുന്ന് ഉണ്ണീശോയുടെ തിരുപ്പിറവി നമ്മൾ കണ്ടു. ഇനി ഉണ്ണീശോയുടെ തിരുപ്പിറവിക്ക് നമുക്ക് സമ്മാനങ്ങളുമായി എത്തുന്ന ആ ഒരു വ്യക്തിയെ അല്ലേ, നമ്മുടെ ആ പേഴ്സണൽ ഫേവറേറ്റ് ചോയ്സ്, ആ വ്യക്തിയെ നമുക്കൊന്ന് കാണണ്ടേ? വേണം. അതാ ആകാശത്ത് മിന്നുന്ന നക്ഷത്രം പോലെ സന്തോഷത്തിന്റെ വെളിച്ചവുമായി നമ്മുടെ കുട്ടികളുടെ സ്വപ്നങ്ങളുമായി. നോക്കൂ, സന്തോഷത്തിന്റെ വെളിച്ചമാണോ ഇപ്പൊ നിങ്ങൾ കാണുന്നത്? നന്മയുടെ പ്രതീകമാണോ നിങ്ങൾ ഇപ്പൊ കാണുന്നത്? പിന്നെ എന്താ കാണുന്നത്? ഇരുട്ടിന്റെ പ്രതീകോ? സന്തോഷത്തിന്റെ വെളിച്ചത്തിന് പകരം നിങ്ങൾ എന്താ കാണുന്നേ? കണ്ണെല്ലാം മൂടിപ്പോയോ? നിങ്ങളൊന്ന് ചുറ്റിനും നോക്കിക്കേ, എവിടെയെങ്കിലും നമ്മുടെ സാന്റാ ക്ലോസ് ഉണ്ടോന്ന്? ക്രിസ്മസ് പാപ്പ സാന്റാ ക്ലോസ് വന്നിട്ടില്ല, കാണുന്നില്ല. പക്ഷെ എനിക്ക് കാണാലോ. എല്ലാരും ഒന്ന് റൈറ്റിലോട്ട് നോക്കിക്കേ, അല്ലെ ലെഫ്റ്റിലോട്ട് നോക്കിക്കേ, അല്ലെ ടേൺ ബാക്ക്. എവിടെയെങ്കിലും ഉണ്ടോ? നോക്കിക്കേ, എവിടെയെങ്കിലും ഉണ്ടോ? എല്ലാരും ബാക്കിലോട്ട് നോക്കിക്കേ, എല്ലാരും ടേൺ ബാക്ക്. നോക്കൂ, സാന്റാ ക്ലോസ് ഉണ്ടോ? പക്ഷേ നമ്മളെ ചുമ്മാ നമ്മളെ എന്താ പറയാ, നമ്മളെ കളിപ്പിച്ച് കളയും സത്യം. ഓ നോക്കിക്കേ, എന്റെ ബാക്കിലായിരുന്നു. ഉണ്ടോ? ഇനിയും എവിടാണ്? ഇനി നോക്കിക്കേ, എവിടുന്നോ ഒരു ലൈറ്റ് വരുന്നുണ്ടല്ലേ? ഈ വരുന്ന ലൈറ്റ് ഈസിറ്റ് നമ്മുടെ സ്വപ്നങ്ങളുടെ ലൈറ്റ് ആണോ ഈ തെളിഞ്ഞു കത്തുന്നത്? കഴിഞ്ഞ 365 ദിവസമുള്ള ഒരു വർഷത്തില് ഇനി വെറും 6 ദിവസങ്ങളൂടെ ഉള്ളു ഈ വർഷം അവസാനിക്കാൻ. ബാക്കി 359 ദിനങ്ങൾ നമ്മൾ കടന്നിരിക്കുകയാണ്. ആ ദിനത്തിന്റെ വെളിച്ചമാണോ ഇപ്പൊ നമ്മൾ കണ്ടത്? പിന്നെ നമ്മുടെ പാപ്പ വരാനുള്ള വെളിച്ചമാണോ? പിന്നെ എന്താണ്? ഇനി എല്ലാരും അടുത്ത സൈഡിലേക്ക് നോക്കിക്കേ, എവിടെയെങ്കിലും ലൈറ്റ് കത്തുന്നുണ്ടോന്ന്? ഞാൻ കാണുന്നുണ്ടല്ലോ, എനിക്ക് കാണാലോ. എല്ലാരും ബാക്കിൽ, നിങ്ങളുടെ ഫ്രണ്ടില്, അതായത് എന്റെ ബാക്കിൽ നോക്കിക്കേ, സൗണ്ട് കേൾക്കുന്നേ. എവിടൊക്കെയോ നമുക്ക് സിഗ്നൽ തരുന്നുണ്ടല്ലേ? നമ്മുടെ പാപ്പ നമ്മുടെ കായൽപ്പുറത്ത് എത്തിച്ചേർന്നിട്ടുണ്ടെന്ന് നമുക്ക് സിഗ്നൽ കിട്ടുന്നുണ്ട് അല്ലേ? ഇതെല്ലാം തെളിവുകളല്ലേ? നമുക്ക് വെളിവാക്കപ്പെടുവല്ലേ? ഇത്രയും തെളിവുകൾ നൽകിയ നമ്മുടെ പാപ്പായോട് നിങ്ങൾ ഉറക്കെയൊന്ന് പ്രത്യക്ഷപ്പെടാൻ പറഞ്ഞേ. പാപ്പ, where is the Papa? Where is Santa Claus? എവിടെയാണ്?
ഞങ്ങളുടെ ക്ഷമയെ പരീക്ഷിക്കാതെ കടന്നു വരൂ. പാപ്പാ, സാന്റാക്ലോസ്, ഒന്ന് വരൂ. ഞങ്ങൾക്ക് ഇനി ഇല്ല, ക്ഷമയില്ലല്ലേ? ആർ യു പേഷ്യന്റ്? എന്നാ ഉറക്കെ വിളിക്കൂ. പാപ്പാ. പാപ്പായ്ക്ക് വഴി മറന്നുപോയെന്ന് തോന്നുന്നു. ഓ, പാപ്പ വന്നു. പാപ്പ വരും കേട്ടോ, നിങ്ങളാരും പേടിക്കണ്ട, വരും. നിങ്ങൾ ഉറക്കെ വിളിച്ചേ. ചുറ്റിനെ നോക്കിക്കേ, എവിടെയോ പാപ്പ വന്നിട്ടുണ്ട്. നോക്കിക്കേ, എവിടെയാ എവിടെയാ എവിടെ എവിടെ? എനിക്ക് കാണാൻ വയ്യല്ലോ, കാണിച്ചു തരൂ. എവിടെ? മേളിലോ? മുകളിലാണോ? താഴെയാണോ? സൈഡിലാണോ? പിന്നെ എവിടെയാ? എവിടെയോ ഒരു പ്രകാശത്തിന്റെ, വെളിച്ചത്തിന്റെ സിഗ്നലുകൾ, തെളിവുകൾ പ്രത്യക്ഷമാകുന്നുണ്ട്. ആ പ്രത്യക്ഷപ്പെട്ട വെളിച്ചത്തിൽ നമ്മുടെ പാപ്പായോട് എത്തി. ഒരു പാപ്പയല്ല, ഒന്നും രണ്ടും മൂന്നും ഒക്കെ എന്റെ കണ്ണിൽ പെടുന്നു. പാപ്പാ വരുന്നുണ്ട്. സമ്മാനം കൊടുക്കാത്തോണ്ടായിരിക്കും എല്ലാരും ഇങ്ങനെ നിൽക്കുന്നത്. എല്ലാരും ഒന്ന് ഡാൻസ് കളിച്ചേ. സമ്മാനങ്ങൾ രാജാക്കന്മാർ മതി മതി, രണ്ടുപേരും സ്റ്റേജിലോട്ട് വന്നേ. സ്റ്റേജിലോട്ട് കേറിക്ക്, കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാനുണ്ട്. കേറിക്ക് കേറിക്ക്, പെട്ടെന്ന് വാ. നിങ്ങൾ എവിടെയായിരുന്നു ഇത്രയും നേരം? നിങ്ങൾ എവിടെയായിരുന്നു? മൈക്കെടുക്ക്, മൈക്കെടുക്ക്, എല്ലാവർക്കും മൈക്കുണ്ട്. മൈക്കെടുത്തേ. പാപ്പ മൈക്ക് പിടിച്ചേ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. സംസാരിക്കാമോ നിങ്ങൾക്ക്? നിങ്ങൾ ഇത്രയും നേരം എവിടെയായിരുന്നു? മൈക്കൊക്കെ ഓൺ ചെയ്തേ.
സർപ്രൈസ് കൊടുക്കാൻ കാത്തിരിക്കുകയായിരുന്നോ? അതെ അതെ. പക്ഷെ ഞങ്ങൾ അങ്ങ് പേടിച്ച് പരിഭ്രാന്തരായി. ഇനി നിങ്ങൾ വരാതിരിക്കുമോ എന്നൊക്കെ ഞങ്ങൾ വിചാരിച്ച്, ഞങ്ങളെ പറ്റിച്ചിട്ട് പോകുമോന്ന് ഞങ്ങൾ കരുതി. വിശ്വാസം അതല്ലേ എല്ലാം. അയ്യോ, ഇത് അറ്റ്ലസ് ജ്വല്ലറി അല്ല, ഇത് ദിസ് ഈസ് ബോൺ നദാലെ 2K25. നിങ്ങൾ എന്താ വിചാരിച്ചത്? ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ചുമ്മാ വെയിറ്റ് ചെയ്യുവാന്നാണോ? രണ്ട് പാപ്പ വന്നത്, ഒരു പാപ്പയ്ക്ക് പകരം. ഓ, രണ്ട് പാപ്പ വന്ന് ഇഷ്ടപ്പെട്ടോ? രണ്ട് പാപ്പാടെ എന്തുകൊണ്ട് രണ്ട് പാപ്പ വന്നു? എന്താ അതിന്റെ പ്രതീകം? എന്താ? ശരിക്കും ഞങ്ങൾ ഒരാളായിട്ട് വരാനായിരുന്നാണ്. ആ, പിന്നെ കൂട്ടുകാരെല്ലാം വിളിച്ചുകൊണ്ട് വരാമെന്ന് വിചാരിച്ചു. ദൂരെ നോക്കിയപ്പോ ഞാൻ വിചാരിച്ചു നിങ്ങൾ 3 പേരുണ്ടെന്ന്. ഒരാളുണ്ടായിരുന്നു, അത് 2 പേരെ ഉള്ളായിരുന്നോ? ഓ, എന്തായിരുന്നു? ഓ, മുങ്ങിപ്പോയ പാപ്പ. മുങ്ങിപ്പോയ പാപ്പ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ? വീട്ടിൽ പോയി പാപ്പ. നിങ്ങളുടെ നാടെവിടെയാ? ആകാശത്തൊന്നും മിന്നത്തിളങ്ങി താഴേക്ക് ചാടി വന്ന നക്ഷത്രങ്ങളാണോ നിങ്ങൾ? അപ്പൊ നിങ്ങൾക്ക് എത്ര വാലുണ്ട്? വാലില്ലാത്ത നക്ഷത്രം. ഓ, ഈസ് ഇറ്റ്? ഒരാളുടെ വടി എന്തിയേ? ബോംബ്. ആ, നിങ്ങൾക്ക് വേണ്ടിയാണ് ഇത്രയും ബോംബ് പൊട്ടിയ അല്ലേ? ഞങ്ങളെ പേടിപ്പിച്ച് കളഞ്ഞു കേട്ടോ. ശരിക്കും ഞങ്ങൾ വിചാരിച്ചു നിങ്ങൾ ഇനി വരത്തില്ലായിരിക്കും, രാത്രി ആയതാറ് നിങ്ങൾക്ക് ബസ് കിട്ടിയില്ലായിരിക്കും എന്നൊക്കെ വിചാരിച്ചു. ഇനിയിപ്പോ രാവിലെ ആദ്യത്തെ 5:30 ബസ് വരേണ്ട വരുമെന്നൊക്കെ ഞാൻ വിചാരിച്ചു. അപ്പോഴേ നിങ്ങൾ ഇനി എത്തത്തുള്ളായിരിക്കും. എങ്കിലും ഇവരോട് കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിക്കണ്ടേ? ഓക്കെ, ഞങ്ങള് നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കി വെച്ചൊരു ചോദ്യമാണേ. ഈ വർഷം നിങ്ങള് ഞങ്ങൾക്ക് വേണ്ടി എന്താ കൊണ്ടുവന്നത്? നിങ്ങളുടെ കയ്യിൽ തോൾ സഞ്ചിയോ കളിപ്പാട്ടങ്ങളോ ഒന്നും കാണുന്നില്ലല്ലോ. മുട്ടായി മാത്രമേ ഉള്ളൂ. സ്നേഹമാണോ തരുന്നത്? സ്നേഹം മതിയോ നിങ്ങൾക്ക്? ചിലപ്പോ ഇവരെ സ്നേഹം, ത്യാഗം, സേവനം, സഹനം ഇതായിരിക്കും ചിലപ്പോ ഇത്തവണത്തെ ക്രിസ്മസ് പാപ്പയുടെ മോട്ടോ. നിങ്ങൾക്ക് അത് മതിയോ? സ്നേഹം മതിയോ? ത്യാഗം അനുഷ്ഠിക്കുവോ? സേവന മനോഭാവം ഉണ്ടോ? സഹനാധിഷ്ഠിത ജീവിതമാണോ നിങ്ങൾ നയിക്കുന്നത്? ഓ, ഇത്രയൊന്നും അല്ല സ്ഥിതിക്ക് നിങ്ങൾ വേറെന്താ കൊണ്ടുവന്നത്? മുട്ടായി. ഓ, സഹന മനോഭാവം ഉണ്ടെന്ന് നിങ്ങൾ പറഞ്ഞോ? ഞാൻ കേട്ടില്ലല്ലോ. ഓ പാപ്പാ, ദിസ് ഈസ് ടു മച്ച്. പാപ്പാ, ഞങ്ങൾക്ക് വേണ്ടി ഒരു സന്ദേശം തരുമോ? ക്രിസ്മസ് സന്ദേശം. അടുത്ത വർഷം, അടുത്ത ഡിസംബർ 25 വരെ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ക്രിസ്മസ് സന്ദേശം. സ്നേഹ സന്ദേശമല്ല, വാക്കുകളിലൂടെ പ്രകടിപ്പിക്കുക സന്ദേശം. നിങ്ങളെ തന്നെ സ്നേഹിക്കാതെ മറ്റുള്ളവരെയും കൂടി സ്നേഹിക്കുക. ഓ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ആ സന്ദേശം? അപ്പൊ സ്നേഹം വാരി ചൊരിയണമെന്നാണ് ഉദ്ദേശിച്ചത്. പരസ്പരം സ്നേഹം വാരി ചൊരിഞ്ഞുകൊണ്ട് അടുത്ത 2026 ഡിസംബർ 25 വരെ നമ്മൾ ഈ പാപ്പായ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണോ? അതോ ഈ പാപ്പായുടെ കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോഗ്രാംസ് അവതരിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? എന്താ വേണ്ടേ? ഡാൻസ് ആണോ പാട്ടാണോ? ഡാൻസ് കളിച്ചിരിക്കുന്നവരോട് ഒരു പാട്ട് പാടാൻ പറഞ്ഞാലോ? പിന്നെന്താ വേണ്ടത്? ഡാൻസ് മതിയെന്ന്. ഡാൻസ് എല്ലാത്തിനും ഓരോ സമയമുണ്ട് ദാസ. അവരെ അവസാനം കളിക്കത്തുള്ളൂ എന്ന് പറഞ്ഞിരിക്കും. നമ്മൾ നിർബന്ധിക്കാൻ പാടുണ്ടോ? ഇനി എന്താ നിങ്ങൾക്ക് വേണ്ടത്? കൂപ്പൺ നറുക്കെടുപ്പിക്കണോ ഇവരെ കൊണ്ട്? വേണോ? ആ ഭാഗ്യശാലി ഇതിനിടെ കാണുവോ? ഓടി വരുവോ? എങ്ങനെ എടുപ്പിക്കണോ വേണ്ടയോ? വേണോ വേണ്ടയോ? വേണം. അതിനുമ്പായിട്ട് നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട വ്യക്തി, സാന്റാക്ലോസിന് അപ്പുറം നമ്മുടെ ഇടവകയ്ക്ക് പ്രിയപ്പെട്ട ഒരു വ്യക്തി ഇവിടെ നിൽപ്പില്ലേ? നിങ്ങൾ കസേരയിട്ട് കൊടുക്കാൻ കാരണം കുറെ നേരമായി നിൽക്കുകയാ അല്ലേ? ആ വ്യക്തി ഒന്ന് വിളിക്കണ്ടേ? ആ വ്യക്തിക്ക് സാന്റാക്ലോസിനോട് എന്തെങ്കിലും ചോദിക്കാൻ കാണത്തില്ലേ? നമ്മൾക്ക് വേണ്ടി ആ വ്യക്തിക്ക് സാന്റാക്ലോസിനോട് എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ കാണത്തില്ലേ? Yes. So, Born Nadale 2K25, title sponsored by Steelyard Stainless Steel Pipes and Ornamental Fittings, Peribel Traders, JNB Plaza, Kurishumot, Changrasheri. ഭൂമിയെ സ്വർഗത്തിലേക്ക് ഉയർത്തുന്ന സ്നേഹത്തിന്റെ തുടക്കമായ ക്രിസ്മസ് വന്നെത്തി. ശാന്തിയുടെയും സമാധാനത്തിന്റെയും നക്ഷത്രങ്ങൾ മാനത്ത് വിരിയുന്ന ഈ വേളയിൽ നമുക്ക് നമ്മുടെ റോയി അച്ഛനെ നമുക്കൊന്ന് ചെവി ചായ്ക്കാം അല്ലെ? നമുക്ക് നമ്മുടെ റോയി അച്ഛനെ ഈ വേദിയിലേക്ക് ഒന്ന് സ്വാഗതം ചെയ്യാം. കേക്ക് കട്ടിങ്ങിനായും ക്രിസ്മസ് സന്ദേശം നൽകുന്നതിനായും നമുക്ക് നമ്മുടെ റോയി അച്ഛനെ ക്ഷണിക്കാം. ഐ വെൽക്കം റവറൻഡ് ഫാദർ അഗസ്റ്റിൻ പൊങ്ങനാന്തടത്തിൽ ടു ദ സ്റ്റേജ്. ഒന്ന് കൈയടിച്ച് സ്വാഗതം ചെയ്തേ.
എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസ് ആശംസിക്കുന്നു. ഇവിടെ പറഞ്ഞതുപോലെ, പാപ്പമാർ പറഞ്ഞതുപോലെ, സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും സേവനത്തിൻ്റെയും ഒക്കെയാണ് ക്രിസ്മസ്. ദൈവം ഇത്രയധികമായി